പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അത് ചൂടായാൽ അതിലേക്ക് 3 വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. മൂടി തുറന്ന് മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് ചെറിയ പീസാക്കിയത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചിയും അതും പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാം. മൊത്തത്തിലങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് ചെറിയ പീസാക്കിയ കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി മൊത്തത്തിലങ്ങ് മിക്സാക്കി കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി. മൊത്തത്തിലങ്ങ് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇത്രയും മതി. ഇനി അതിലേക്ക് ചെറിയ പീസാക്കിയ മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലങ്ങ് മിക്സാക്കിയിട്ട് ഓഫ് ചെയ്യാം. ഇനി കുറച്ച് ബ്രെഡ് എടുക്കണം. നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ബ്രെഡ് എടുക്കേണ്ടത്. ഇനി അതിൻ്റെ 4 സൈഡും ഇതുപോലെ കളഞ്ഞു കൊടുക്കണം. ഇനി ഞാൻ പപ്സ് ഷീറ്റാണ് എടുക്കുന്നത്. ഫ്രീസറിൽ ഉണ്ടാക്കി വെച്ചിട്ട് സൂക്ഷിച്ചതാണ്, കവറിലാക്കിയിട്ട് വായു കിടക്കാത്ത വിധം അതിൽ നിന്ന് കുറച്ചെടുക്കുന്നുണ്ട്. ഇത് നോമ്പിന് മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാക്കി വെക്കാം. അതിൽ നിന്ന് ഒരു പപ്സ് ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ ഇപ്പോൾ ആക്കി വെച്ച മസാലയില്ലേ അത് മൊത്തത്തിലങ്ങ് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്ത മുട്ടയില്ലേ അതിൽ നിന്ന് ഒരു മുറി വെച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ മൈദ പേസ്റ്റ് ആക്കി കൊടുക്കണം. കുറച്ച് മൈദയും കുറച്ച് വെള്ളവും കൂടിയിട്ട് മിക്സാക്കി എടുത്തതാണ്. എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കണം. ഓവറായിട്ട് വേണ്ട, ഒട്ടിക്കാൻ പാകത്തിൽ മാത്രം ആക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ പപ്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പേര് നോമ്പ് പെട്ടിയെന്നാണ്, പപ്സ് അല്ല. ഈ ഷീറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാ പോലെ പരത്തിയിട്ട് ഇതുപോലെ മുറിച്ചെടുത്താലും മതി. പെട്ടെന്ന് പരത്തി കിട്ടും. നമ്മൾ ചപ്പാത്തിക്കലും കുഴക്കുന്ന മാതിരി ഉപ്പിട്ടിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുത്താൽ മതി. ഇതേപോലെ തന്നെ മടക്കിയെടുക്കണം. എല്ലാം ഇതേപോലെ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാ പപ്സിനെ പോലെയൊന്നല്ല. ഉള്ളിൽ ബ്രെഡല്ലേ ഉള്ളത്, ഒരാൾക്കൊന്നേ വേണ്ടു, കൂടുതലൊന്നും വേണ്ട. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ചാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഒരാൾക്കൊന്നേ വേണ്ടു, അതാണ് ഞാൻ 5 കറക്റ്റ് ഉണ്ടാക്കിയത്. പെട്ടെന്ന് വയറ് നിറഞ്ഞോളും. നല്ല പപ്സ് മസാലയും അതുപോലെ തന്നെ സമൂസ ഷീറ്റും സാദാ ഷീറ്റായാലും മതി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന മാതിരി അതും നല്ല ടേസ്റ്റാണ്. എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇതേപോലെ ഫ്രൈ ആക്കിയിട്ട് കോരിയെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോമ്പ് പെട്ടി എന്നാണ് ഇതിൻ്റെ പേര്. ഹൈ ഫ്ലെയിം ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കല്ലേ, മീഡിയം ടു ലോ ഫ്ലെയിമിലെ.